Hi friends, and after 17 long years, the wait is over. India lifted the World Cup. അതായത് 17 വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പ് എന്ന് പറഞ്ഞ് ചെറിയൊരു കാത്തിരിപ്പൊന്നും അല്ലായിരുന്നു. അതിനിടയിൽ പലവട്ടം ഇന്ത്യ ഫൈനലിലെത്തുകയും പലവട്ടം നന്നായി കളിച്ചിട്ടും പ്രധാന കളികളിൽ തോറ്റ് പോവുകയും ചെയ്യുകയും രോഹിത് ശർമ്മയുടെ കണ്ണീര് ഒരുപാട് തവണ നമ്മൾ കാണുകയും ചെയ്തു. രോഹിത് ശർമ്മയുടെ മാത്രമല്ല, വിരാട് കോഹ്ലി അടക്കമുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ, ഇന്ത്യൻ ആരാധകരുടെ കണ്ണ് നിറയുന്നത്, സങ്കടത്തോടെ പടിയിറങ്ങേണ്ടി വന്നിട്ടുള്ളത് പല തവണ ഈ 17 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ നമുക്ക് ആകെ സമാധാനമായിട്ടുണ്ടായിരുന്നത് ധോണി അന്ന് ഉയർത്തിയ വേൾഡ് കപ്പും T20 വേൾഡ് കപ്പും ഒക്കെ ആയിരുന്നു. ആ അയവിറക്കിക്കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസമെങ്കിലും ഈ ഒരു T20 നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 17 വർഷത്തിന് ശേഷം 2024 T20 വേൾഡ് കപ്പിന് തുടക്കമായി. കളി തുടങ്ങി. IPL കളിച്ചിരുന്ന പല ആളുകളും ഇതിൽ വൻ തോൽവിയായിട്ട് മാറി. പന്തടക്കം, ദുബൈ അടക്കം, പലപ്പോഴും കോഹ്ലി പോലും വിചാരിച്ച രീതിയിൽ കളിക്കാതെ വന്നു. അപ്പോഴൊക്കെ ഒരറ്റത്ത് ഹേറ്റേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഹാർദിക് പാണ്ഡ്യയും പലപ്പോഴും രോഹിത് ശർമ്മയും ബുംറയും, കണ്ണടച്ച് വിശ്വസിക്കുന്ന ബുംറയൊക്കെ അങ്ങനെ കളി മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ മെല്ലെ തുടങ്ങി ഫൈനലിൽ എത്തിയപ്പോൾ കളി നല്ല രീതിയിൽ പോയി. 176 റൺ സ്കോർ ചെയ്തപ്പോഴും സൗത്ത് ആഫ്രിക്കക്ക് അത് എത്തിപ്പിടിക്കാവുന്ന റണ്ണ് മാത്രമായിരുന്നു. കളിയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ മില്ലറും ഡീകോക്കും ക്ലാസനൊക്കെ ഇറങ്ങിയപ്പോഴേക്ക് നമ്മുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ടും കളി വിട്ടുപോയി എന്ന് തോന്നി. പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഏതാണ്ട് അസ്തമിച്ചു എന്ന് തോന്നിയ സമയത്താണ് 18ാമത്തെ ഓവറിൽ ഭൂം ബുംറ, നമ്മൾ ഇന്ത്യക്കാർ കണ്ണടച്ച് വിശ്വസിക്കുന്ന ബുംറ വന്ന് കളി ഒരൊറ്റടിക്ക് തിരിച്ചത്. ഒരു റണ്ണ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് നേടി 18ാമത്തെ ഓവറിൽ ഭയങ്കരമായിട്ട് പ്രഹരിച്ചു ബുംറ. അതിനുശേഷം 16 റൺസ് മാത്രമാണ് ഒരു ഓവർക്ക് വേണ്ടി വന്നിരുന്നത്. എറിയാൻ വരുന്നത് ഹേറ്റേഴ്സ് മാത്രം ഉണ്ടായിരുന്ന, എല്ലാവരും കല്ലെറിഞ്ഞിരുന്ന ഹാർദിക് പാണ്ഡ്യ. പേഴ്സണലി എനിക്കും ഈ കളി മുഴുവനായിട്ടും നഷ്ടപ്പെട്ടു പോകും, ഹാർദിക്കാണ് മിക്കവാറും റൺസ് വിട്ടുകൊടുക്കും എന്ന് തോന്നിയിരുന്ന സമയത്ത് ഒരു 4 കൊടുത്തു, ഒരു വൈഡ് കൊടുത്തു, ഒരു വിക്കറ്റ് എടുത്തു. ആദ്യ ബോളിൽ തന്നെ നമ്മുടെ സൂര്യകുമാർ യാദവ് ഒരു കിടിലൻ വിക്കറ്റ് എടുത്തിട്ട് കളിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം ഭയങ്കരമായിരുന്നു. അതിനൊരു 4 പോയി. അവസാനം 12 റൺസ്, 3 ബോളിലേക്ക് 4 ബോളിലേക്ക് എങ്ങാണ്ട് 12 റൺസ് മാത്രം സുഖമായിട്ട് എത്തിപ്പിടിക്കുമെന്ന് തോന്നിയ സമയത്ത് ആഞ്ഞടിച്ചുകൊണ്ട് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വന്നു. ഇന്ത്യ വോൺ. 5ാമത്തെ ബോൾ എറിഞ്ഞപ്പോഴേക്ക് 9 റൺസ് വേണമായിരുന്നു, അതൊരു ക്യാച്ച്. അതിലൂടെ ഇന്ത്യ ജയിച്ചു എന്ന് തോന്നിയ നിമിഷം ഉണ്ടായിരുന്ന ഒരു ആവേശം അത് ഭയങ്കരമാണ്. ഇത് ഇന്ത്യ ഡിസേർവ് ചെയ്തതാണ്. എസ്പെഷ്യലി കിങ് കോഹ്ലിയുടെ 76 റൺസ്, അക്സറിന്റെ 47 റൺസ്, അതുപോലെ ദുബൈയുടെ 19 റൺസ്, ഐ തിങ്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, 19 റൺസ് ആണെന്ന് തോന്നുന്നു. വന്ന് പെട്ടെന്ന് കളിച്ച് റൺസ് ഉണ്ടാക്കി. അക്സറും ഭയങ്കര കളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കുറെ ആൾക്ക്, ഹർഷ്ദീപ് 2 വിക്കറ്റ് എടുത്ത് 20 റണ്ണ് മാത്രം വിട്ടുകൊടുത്തു. ബുംറ 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. അങ്ങനെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് കളിച്ച് നമ്മൾ ഡിസേർവ് ചെയ്ത് പിടിച്ചു വാങ്ങിയിട്ടുള്ള T20 വേൾഡ് കപ്പ് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതെന്തായാലും നമ്മുടെ അസി ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇതിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നതോടുകൂടി ഏകദേശം നമുക്ക് ഈ കാര്യങ്ങൾ സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അസി ടോക്സ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. 2 മിനിറ്റ് 24 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. റെഡി. അന്നേരം നിറഞ്ഞ കണ്ണുകളൊന്ന് തുടക്കാൻ പോലും മിനക്കെടാതെ അവർ അതിതീവ്രമായ നാലിംഗനം ചെയ്തു. ഒരു ദശകത്തോളമായി വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒന്നാമനും രണ്ടാമനുമായി തുടർന്നും മറ്റേയാളെ നയിച്ചും മറ്റേയാളാൽ നയിക്കപ്പെട്ടും പ്രചോദിച്ചും പ്രചോദിപ്പിക്കപ്പെട്ടും മറ്റേയാളാൽ ലീൻ പാച്ചിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ ചിരിച്ചു തള്ളിയും പരസ്പരം സ്വന്തം ടീമിലേക്ക് മറ്റേയാളെ വേണമെന്ന് ശാഠ്യം പിടിച്ചും ഇരുവരും നടന്നു തീർത്ത ദൂരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സുന്ദരമായ യാത്രകളിലൊന്നായിരുന്നു. ആരാധകർ ചേരിതിരിഞ്ഞ് പോരടിക്കുമ്പോഴും അവർ പരസ്പരം ചേർത്ത് പിടിച്ചു. അവരുടെ ഊഴം അവസാനിക്കുകയാണ്. യാത്ര അതിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചുരുങ്ങിയത് ഈ ഫോർമാറ്റിലെങ്കിലും അത് അവസാനിച്ചിരിക്കുന്നു. പ്രോബബ്ലി വിരാട് കോഹ്ലി ഈസ് സേവിങ് ഫോർ ദി ഫൈനൽ. ഫൈനലിന്റെ തൊട്ടുമുമ്പ് രോഹിത് പറഞ്ഞ വാക്കുകൾ വെറുതെ ആയിരുന്നില്ല. ടീം എവിടെ തകർന്നിടിയുന്നു അവിടെ രക്ഷിക്കാൻ രാജാവുണ്ടെന്ന വിശ്വാസം രോഹിത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. തുടരെയുള്ള 3 വിക്കറ്റ് വീഴ്ചകളിൽ നിന്നും അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കളിയെ പിടിച്ചു നിർത്തിയത് എത്ര മനോഹരമായിരുന്നു. പിന്നാലെ ബാറ്റ് ചെയ്യാനിറങ്ങിയ അക്സറിനും ദൂബക്കും തുണയായി ഗ്രീസിൽ നിലയുറച്ചു നിന്ന് സ്കോർ ബോർഡിനെ പതിയെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ ഒരു നിമിഷത്തിൽ അയാളെ കൊണ്ട് മാത്രം സാധിക്കുന്നതായിരുന്നു.
ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, സമ്മർദ്ദ നിമിഷങ്ങളിൽ ഇതുപോലെ ഇന്ത്യൻ ടീമിനെ കൈപ്പിടിച്ചുയർത്താൻ പറ്റിയ മറ്റൊരാൾ ഇന്നില്ല. ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം ഈ കളിയെ വിലയിരുത്തുന്നവർ ഈ 76 റൺസിനെ അയാളുടെ സെൽഫിഷ് പ്രകടനമായി വിലയിരുത്തിയേക്കാം. അയാളുടെ റൺ റേറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ അയാൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വരാനിരുന്ന വിപത്തിനെ ഈ ഫൈനൽ മത്സരം ലൈവായി കണ്ടവർ ഒരിക്കലും മറക്കില്ല. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശ്വാസം കയ്യിൽ പിടിച്ച് ഉരുകിയൊഴുകിയ പരിസമാപ്തി. ഇന്ത്യ ഒരിക്കൽ കൂടി വിശ്വകിരീടത്തിൽ മുത്തമിട്ടു. നിഴൽ പോലെ പിന്തുടർന്ന സൗത്ത് ആഫ്രിക്കയുടെ നിർഭാഗ്യം ഇന്നും കൂട്ടിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ 16-ാം ഓവറിൽ കാൾസൺ പുറത്തായിട്ടില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി സൗത്ത് ആഫ്രിക്കക്കും വിശ്വകിരീടത്തിൽ മുത്തമിടാൻ ഭാഗ്യമുണ്ടായേനെ. വിശ്വപോരാട്ടത്തിൽ കളിച്ച എല്ലാ കളിയിലും കുറഞ്ഞ റൺസെടുത്ത് പുറത്താവുന്ന വിരാട് കോഹ്ലിയുടെ ഇന്നത്തെ ഇന്നിങ്സ് കൊണ്ട് അതെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് അയാൾ രാജകീയമായി തന്നെ പടിയിറങ്ങിയിരിക്കുന്നു. പണ്ടെങ്ങോ പറഞ്ഞ പോലെ, നിങ്ങൾ രാജ്യത്തെ വീഴ്ത്താൻ വരുന്നുവെങ്കിൽ ആദ്യം രാജാവിനെ വീഴ്ത്തണം. ഒരേ ഒരു രാജാവ്, കിങ് കോഹ്ലി, ഇന്ത്യയുടെ ഒരേ ഒരു രാജാവ്. പക്ഷെ എടുത്തു പറയേണ്ട കുറെ ആളുകൾ കേട്ടോ, കോഹ്ലിനെ മാത്രമല്ല. ഈ പറഞ്ഞ പോലെ 76 റൺസ് എന്ന് പറയുമ്പോൾ 56 ബോളിലല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകും. അതൊക്കെ ഊള ചോദ്യം മാത്രമാണെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം 20-ലടക്കം IPL-ലടക്കം അദ്ദേഹം കേട്ടുന്ന ഒരു പഴി അതായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇതല്ലാണ്ട് എങ്ങനെ കാണും? ലൈവ് കണ്ട ആളുകൾക്ക് അത് തോന്നാം. അല്ലാത്തവർക്ക് പുറത്തിരുന്നിട്ട് എന്തും പറയാം. 56 ഉള്ള 76 റണ്ണം പുള്ളി ഇല്ലെങ്കിൽ തീർന്നിരുന്നു എന്ന് തന്നെ പറയാം. അതിന്റെ സമയത്താണ് അക്സർ വന്ന് 36 ബോളിൽ 47 റൺസ് എടുത്തത്. അതും അടിപൊളിയായിരുന്നു. വന്ന് ഒരുപാട് സിക്സുകൾ അടിച്ചുകൊണ്ടാണ് റൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദുബൈ ആണെങ്കിലും പെട്ടെന്ന് 2-3 സിക്സ് അടിച്ച് നല്ല റൺസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതല്ലാതെ പ്ലേയേഴ്സിനൊക്കെ വരുമ്പോൾ പറഞ്ഞ പോലെ ബുംറ, അർഷദീപ്, അതുപോലെ എല്ലാവരും, കുൽദീപ് അടക്കം ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ബോൾ എറിയും, നന്നായിട്ട് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് കളിച്ചൊരു കളിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഇന്നിങ്സോ കാര്യങ്ങളോ ഒന്നും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 96 റൺസ് എടുത്തത്, 96 93 എടുത്തത് നമ്മുടെ രോഹിത് ശർമ്മയുടെ ഒരു കളി. അത് മാത്രം അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കളി കാണാൻ സാധിച്ചിട്ടുള്ളത്. അതല്ലാതെ ബാക്കി എല്ലാവരും വരുന്നു, കുറച്ച് റൺസ് എടുക്കുന്നു, പോകുന്നു, ഈ രീതിയിലാണ് പൊതുവെ കളി നടന്നിട്ടുള്ളത്. എന്തായാലും ഫൈനലിൽ ആ ജയിച്ച 19-ാമത്തെ ഓവറിലെ 5-ാമത്തെ ബോൾ, അത് മറക്കാൻ കഴിയാത്തൊരു നിമിഷമാണ്. ആ സമയത്ത് ഒരു ഫീൽ ഭയങ്കരമായിരുന്നു. എന്തായാലും ഇന്ത്യ അങ്ങനെ 2-ാമത്തെ T20 വേൾഡ് കപ്പ് പൊക്കിയിരിക്കുകയാണ്. ഇനി 50 മെൻസ് വേൾഡ് കപ്പ് കൂടെ ഇന്ത്യ പൊക്കി കഴിഞ്ഞാൽ, ഓടി വേൾഡ് കപ്പ് കൂടെ നേടിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലായിരിക്കും. അതിനുള്ള ടീം ഇന്ത്യ ഉണ്ട്. ആകെ ഒരു അവശേഷിക്കുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ മലയാളി സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെ കളിപ്പിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ്. അത് നിർഭാഗ്യമായിരിക്കാം, അല്ലാതെ എന്തു പറയാം. ഇതോടെ കാണാം. കാണുന്നവരെ